ക്ഷേത്രാചാര വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അനാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ശിവഗിരി മഠം നിലപാട് തുറന്നു പറഞ്ഞെങ്കിലും വിഷയത്തിൽ വിവാദം അവസാനിച്ചുവെന്ന മറുപടിയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം ഒതുക്കി. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശവും അതിനെ പിന്തുണച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയുമാണ് മന്നം ജയന്തി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വിമർശിച്ചത്. മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെ എതിർത്താണ് സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്നാണ് ജി സുകുമാരൻ നായർക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. സുകുമാരൻ നായർ പറയാണ്, ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല, ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മന്നത്ത് പത്മനാഭനില്ല, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പപ്പനാവൻ ഉണ്ടാവുമായിരുന്നു. അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകരുണ്ടായത്. ക്ഷേത്രാചാരങ്ങൾ മാറണമെന്ന സ്വാമി സച്ചിദാനന്ദയുടെ നിലപാടിൽ ശിവഗിരിയെ എടുത്തു പറഞ്ഞാണ് ജി സുകുമാരൻ നായർ ഇന്നലെ വിമർശനം നടത്തിയത്. എന്നാൽ ക്ഷേത്രാചാര വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലപാട് പറയാൻ തയ്യാറായില്ല. ശിവഗിരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവഗിരിത്തിലെ മഠത്തിലെ സന്യാസി സേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് ക്ഷേത്രാചാര വിഷയത്തിൽ ജി സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. എന്നാൽ വിവാദത്തിനില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. അല്ല, അത്തരം ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ക്ഷേത്രത്തിലെ വസ്ത്രധാരണം സംബന്ധിച്ച് ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.